എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ ഏറ്റവും പുതിയ ബജറ്റ് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ ബജറ്റിനെ ഒരു വാചകത്തിൽ വിശേഷിപ്പിക്കാൻ ഭരണപക്ഷത്തിനോട് ചോദിച്ചാൽ ഇതൊരു സാധാരണ ബജറ്റല്ല, മറിച്ച് കേരളത്തിൻ്റെ സാമ്പത്തിക ദിശയെ തന്നെ മാറ്റാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ സാമ്പത്തിക പ്രഖ്യാപന പത്രമാണ് എന്ന് ഒരുപക്ഷെ അവർ പറഞ്ഞേക്കും. എന്നാൽ ഇത് ഭാവനാശൂന്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്നുള്ള ഒരു വിമർശനം ഇതിനോടകം തന്നെ പ്രതിപക്ഷ ബെഞ്ചുകളിൽ നിന്ന് വരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന ഇരുപക്ഷത്തിനും അനിഷേധ്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് സർക്കാർ ഇവിടെ കണക്കുകൾ സഹിതം പറയുന്നുണ്ട്. അത് സമ്മതിക്കുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗങ്ങൾ പ്രതിപക്ഷത്തിനില്ല. മറ്റൊരു കാര്യം, വിഴിഞ്ഞം തുറമുഖം മുതൽ സ്പേസ് ഇക്കോണമി വരെ നീളുന്ന വലിയ വികസന വാഗ്ദാനങ്ങൾ ഈ ഒരു ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വളരെ പോസിറ്റീവായിട്ട് ഭരണപക്ഷം പറയുമ്പോൾ അതിനെ വിമർശനാത്മകമായിട്ട് പ്രതിപക്ഷം സമീപിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചോദ്യം ബാക്കിയാകുന്നത്, ഇത് യാഥാർത്ഥ്യബോധമുള്ള ഒരു വികസന രേഖയാണോ അതോ വലിയ വലിയ പ്രഖ്യാപനങ്ങളുടെ ഒരു സമാഹാരം മാത്രമാണോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ശ്രമിക്കുന്നത് സാധാരണ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ, വെൽഫെയർ സ്കീമുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെ വിലയിരുത്താനല്ല, മറിച്ച് ഈ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വലിയ പ്രഖ്യാപനങ്ങൾ, അതിൻ്റെ സാധ്യതകൾ, അതൊക്കെ തന്നെ നടപ്പാക്കാനുള്ള എത്രത്തോളം ഫൈനാൻഷ്യൽ ഫീസിബിലിറ്റി നമ്മുടെ നാട്ടിലുണ്ട് എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാം. ഈ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നടപ്പാക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് നല്ല സാമ്പത്തിക സ്ഥിതിയാണ്. എന്നാൽ കേരളത്തിൻ്റെ ധനസ്ഥിതി എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് കടുത്ത ഭാഷയിലാണ് ഈ ബജറ്റിൽ തന്നെ സംസാരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാം, സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള പൊതു കടബാധ്യത എന്നത് 5 ലക്ഷം കോടി രൂപ പിന്നിട്ടിട്ടുണ്ട്. സംസ്ഥാന വരുമാനത്തിൻ്റെ 77% ശമ്പളത്തിന്, പെൻഷന്, നമ്മൾ എടുത്തിരിക്കുന്ന കടത്തിൻ്റെ പലിശ തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നിർബന്ധിതമായിട്ടുള്ള ചില ചെലവുകൾക്കാണ് നമ്മുടെ 2/3 ഭാഗവും നമ്മുടെ വരുമാനത്തിൽ നിന്ന് പോകുന്നത്. അതായത് സർക്കാർ ഇവിടെ തുറന്നു പറയുന്ന ഒരു കാര്യം, കേരളത്തിന് ഇനി പുതിയ പദ്ധതികളിൽ ചെലവഴിക്കാനായിട്ട് പണമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും ശ്രമകരമായിട്ടുള്ള ഒരു കാര്യം പുതുതായിട്ടുള്ള വലിയ വരുമാന സ്രോതസ്സുകൾ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ, അത് സംസ്ഥാനം സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നുള്ളതാണ്. അതിന് ഈ ബജറ്റിന് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെയാണ് നമ്മൾ വലിയ പ്രഖ്യാപനങ്ങളിലേക്ക് പോകുന്നത്. അതിലൊന്നാണ് മിഷൻ സമുദ്ര, മറ്റൊന്ന് സതേൺ കേരള എക്കണോമിക് കോറിഡോർ, ഇനി ഏവിയേഷൻ ഹബ്ബ്, കേരള നോളജ് വാലി, സ്പേസ് ഇക്കോണമി, പിന്നെ ഇൻവെസ്റ്റ് കേരളം, അതുകൂടാതെ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ. ഇതെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികൾ എന്ന രീതിയിലത്തേക്കല്ല, മറിച്ച് ഒരൊറ്റ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയിരിക്കുന്ന, എന്നാൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായേക്കാവുന്ന ചില പദ്ധതികളാണിതെല്ലാം. അതുകൊണ്ട് തന്നെ ഇവിടെ സാമ്പത്തികമായിട്ട് വലിയ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന നിലവിലെ പദ്ധതികൾ എന്താണ്, അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ചിന്തിക്കേണ്ടത്. അതിലൊന്നാമത് നിൽക്കുന്നത് വിഴിഞ്ഞം തുറമുഖമാണ്. അത് കേരളത്തിൻ്റെ ഒരു അസറ്റ് എന്ന രീതിയിൽ മാത്രമല്ല, മറിച്ച് സതേൺ ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ഭാവിയെ നിർണ്ണയിക്കാൻ ഈ തുറമുഖത്തിന് കഴിയും എന്ന രീതിയിലത്തേക്കുള്ള ഒരു വിശ്വാസമാണ് ഇവിടെ കോൺഗ്രസിനുള്ളത്. വിഴിഞ്ഞത്തിനെ ചുറ്റിപ്പറ്റി ലോജിസ്റ്റിക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും, കപ്പലിൻ്റെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും, ജലഗതാഗതം, പോർട്ട് സിറ്റി, ഗ്രീൻ ബങ്കറിംഗ്, പിന്നെ വ്യവസായ മേഖലകൾ സൃഷ്ടിക്കുക തുടങ്ങിയ കുറേയധികം കാര്യങ്ങളാണ് സർക്കാർ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി. കേരളത്തിൽ 600 കിലോമീറ്റർ തീരപ്രദേശമുണ്ട്. കൊച്ചി പോർട്ട് നമുക്ക് നേരത്തെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു നെറ്റ്വർക്കാക്കി മാറ്റാനുള്ള ഒരു വലിയ കാഴ്ചപ്പാടൊക്കെ ഈ ബജറ്റിലുണ്ട്. അതിന് വേണ്ടതായിട്ടുള്ള റെയിൽ റോഡ് കണക്ടിവിറ്റി ഉണ്ട്, ഷിപ്പ് ബിൽഡിംഗ് ഉണ്ട്, ലോജിസ്റ്റിക്സ് ഉണ്ട്, മാരിടൈം മ്യൂസിയം ഉണ്ട്. ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള കുറേയധികം ഡെവലപ്മെൻറ്റൽ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മുന്നിലുണ്ട്. അത് എത്രത്തോളം പൂർത്തീകരിക്കാനായിട്ട് കഴിയും ഈ ഒരു ചെറിയ കാലയളവിനുള്ളിൽ, തന്നെയുമല്ല ഇതിന് വലിയ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അതൊക്കെ എങ്ങനെ പൂർത്തീകരിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് നമ്മളിനി കാത്തിരുന്ന് കാണേണ്ടത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം ലോകത്തിലുള്ള പല പ്രധാനപ്പെട്ട നഗരങ്ങളുടെയും വളർച്ച എന്നത് അവിടെയുള്ള തുറമുഖങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന ഏറ്റവും നല്ല 2 ഉദാഹരണങ്ങളിൽ ഒന്ന് ദുബായിയും മറ്റൊന്ന് സിംഗപ്പൂരുമാണ്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞത്തിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് കേരളത്തിനെ വലിയൊരു സാമ്പത്തിക കേന്ദ്രമാക്കി മാറ്റാനായിട്ട് സാധിച്ചാൽ അത് ഏറ്റവും വലിയ ചരിത്രപരമായിട്ടുള്ള ഒരു മാറ്റമായി മാറാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. തൊഴിലില്ലായ്മ പ്രശ്നമൊക്കെ തന്നെ അങ്ങനെയുള്ള ഒരു വലിയ പദ്ധതി വഴി നമുക്ക് വലിയൊരു അളവ് വരെ പരിഹരിക്കാനായിട്ട് സാധിക്കും. ഗ്ലോബൽ ജോബ് വാച്ച് ടവർ എന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ആശയം തന്നെ ഇപ്പോൾ കേരളത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ലോകത്ത് ഭാവിയിൽ ഏതൊക്കെ ജോലികളാണ് വളരുക, ഏതൊക്കെ സ്കില്ലുകൾക്കാണ് കൂടുതലായിട്ട് ഡിമാൻഡ് ഉണ്ടാവുക, വിദ്യാഭ്യാസ സംവിധാനത്തിനെ അതിനനുസരിച്ച് നമുക്ക് എങ്ങനെ മാറ്റി പരുവപ്പെടുത്താനായിട്ട് സാധിക്കും, ഇങ്ങനെയുള്ള കുറേയധികം ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ പദ്ധതിയെ സിംഗിൾ ഔട്ട് ചെയ്ത് കാണുന്നതിന് പകരം അതിനെ ഒരു കളക്റ്റീവായിട്ടുള്ള വിഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിതിൽ കാണേണ്ടത്, വിലയിരുത്തേണ്ടത്. വളരെ പുരോഗമനപരമായിട്ടുള്ള
പോസിറ്റീവായിട്ടുള്ള പ്രോഗ്രസീവായിട്ടുള്ള ആശയങ്ങളാണ് ഇത് പറയുന്നത്. പക്ഷേ അവിടെ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗർബല്യം എന്ന് പറയുന്നത് ഈ വലിയ വലിയ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ വകയിരുത്തിയിരിക്കുന്നത് ചെറിയ ചെറിയ തുകകളാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മിഷൻ സമുദ്ര 400 കോടി രൂപ മാത്രമാണ് ആ പദ്ധതിക്ക് വേണ്ടി ഇപ്പോൾ വകയിരുത്തിയിരിക്കുന്നത്. ഏവിയേഷൻ ഹബ്ബ് വലിയ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകേണ്ടുന്ന ഒരു മേഖലയാണ്. അവിടേക്ക് നമ്മൾ ഏതാണ്ട് 200 കോടി രൂപ മാത്രമാണ് വകയിരുത്തിയിരിക്കുന്നത്. അതേപോലെ ചെറുകിട മേഖലയുമായി ബന്ധപ്പെട്ട് MSME സെക്ടറിൻ്റെ ഗ്രോത്ത് സ്കീമിന് വേണ്ടി വകയിരുത്തിയിരിക്കുന്ന തുക എന്നത് 100 കോടി രൂപ മാത്രമാണ്. സദേൺ കേരള എക്കണോമിക് കോറിഡോറിന് വെറും 50 കോടി രൂപ, സ്പേസ് എക്കോണമി എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി വെറും 5 കോടി രൂപ, ഈ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ എന്നൊക്കെ പറയുന്നതിന് വെറും 2 കോടി രൂപ. അങ്ങനെ ചെറിയ ഫണ്ടിങ്, അതായത് സീഡ് ഫണ്ടിങ് എന്ന് മാത്രം പറയാവുന്ന തരത്തിലുള്ള കുറേ ഫണ്ടിങ് മാത്രമാണ് ഇപ്പോൾ ഈ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വകയിരുത്തിയിരിക്കുന്നത്. അതായത് ഈ പദ്ധതികളുടെയൊക്കെ പേര് കേട്ട് കഴിഞ്ഞാൽ, അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പൂർത്തീകരണത്തിന് ആയിരക്കണക്കിന് കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം എന്ന് നമുക്ക് കൃത്യമായി ഉറപ്പുള്ള പല സ്കീമുകൾക്കും ഇപ്പോൾ നൽകിയിരിക്കുന്ന വകയിരുത്തൽ എന്ന് പറയുന്നത് സജസ്റ്റ് ചെയ്യുന്നത് തന്നെ ഇത് ആശയഘട്ടത്തിൽ മാത്രമാണ്, അതല്ലാതെ ഇത് സീഡ് ഫണ്ടിങ്ങിന് അപ്പുറത്തേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ കരുതുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനമായിട്ട് കാണേണ്ടതും അതുതന്നെയാണ്. വലിയ ആസ്പിറേഷൻസ് പറയുമ്പോൾ ആ ആസ്പിറേഷൻസിനൊപ്പം നിൽക്കുന്ന രീതിയിലത്തേക്കുള്ള സാമ്പത്തിക അടിത്തറ, അതിന് വേണ്ടുന്ന ധനസഹായം അത് നൽകാനായിട്ട് നമുക്കിപ്പോൾ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് പ്രധാനം. രണ്ടാമത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധനാഗമ മാർഗമായിട്ട് നമ്മൾ കാണുന്നത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, സ്വകാര്യ നിക്ഷേപം. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ബജറ്റിൻ്റെ ഒരു വലിയ ഭാഗം പറയുന്നത് തന്നെ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് കേരളത്തിൽ ഉണ്ടാകും എന്നാണ്. ഗ്ലോബൽ കമ്പനികൾ വരും, ലോജിസ്റ്റിക്സ് സ്ഥാപനങ്ങൾ വരും, സ്പേസ് മേഖലയിൽ സ്റ്റാർട്ടപ്പുകൾ വരും, ഏവിയേഷൻ കമ്പനികൾ വരും. പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, കേരളത്തിന് ട്രഡീഷണലായിട്ട് ഒരു ബാഡ് റെപ്യൂട്ടേഷനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സെക്ടറിലുള്ളത്. അതായത് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാഡ് റെപ്യൂട്ടേഷനാണ്. IT സെക്ടറിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യകാലത്തുണ്ടായി, പിന്നീട് അത് സ്ലോ ഡൗൺ ചെയ്തു. മറ്റു പല സംസ്ഥാനങ്ങളിലും വലിയ ഉയർന്ന വളർച്ചാ ഗതിയൊക്കെ തന്നെ അവർ പ്രാപിച്ചപ്പോഴും നമ്മൾ ആ രീതിയിലത്തേക്ക് വളർന്നില്ല എന്നുള്ളത് നമുക്കറിയാം. മാനുഫാക്ചറിങ് സെക്ടറിലാണെങ്കിലും മറ്റു പല മേഖലകളിലാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആരുമില്ല. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വലിയ പദ്ധതികൾ, ഓഫറുകളൊക്കെ കൊടുത്തുകൊണ്ട് തെലങ്കാന, ഗുജറാത്ത്, തമിഴ്നാട്, മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളൊക്കെ മത്സരിക്കുമ്പോൾ എന്താണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്നുള്ള ഒരു ചോദ്യത്തിന് സർക്കാർ മറുപടി കണ്ടെത്തേണ്ടി വരും. അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി ഈ ബജറ്റിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനത് കാണുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് കേരളത്തിലേക്ക് വരണം, ഇവിടെ നിക്ഷേപം നടത്തിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന പെർക്സ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഫോർമുലേഷൻ, ഒരു ഐഡിയേഷൻ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അത് കൃത്യമായിട്ട് ഇൻവെസ്റ്റേഴ്സിന് മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും വേണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയൊന്ന് ഇതിൻ്റെയൊക്കെ നടപ്പാക്കുന്നതിനുള്ള, ഇംപ്ലിമെൻറ്റേഷനുള്ള നമ്മുടെ കപ്പാസിറ്റിയാണ്. നമ്മുടെ ബജറ്റ് ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സമീപകാല ചരിത്രം മാത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ വലിയ നെടുങ്കൻ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും ഒരു പുതിയ കാര്യമല്ല. പക്ഷേ അതിൻ്റെ ഇഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് പ്രധാനം. ഏറ്റവും നല്ല ഉദാഹരണം എനിക്ക് തോന്നുന്നത് സ്മാർട്ട് സിറ്റിയാണ്. കേരളത്തിൻ്റെ ഈ IT മേഖലയെ തന്നെ മൊത്തത്തിൽ മാറ്റിക്കളയും എന്നൊക്കെ പറഞ്ഞാണ് സ്മാർട്ട് സിറ്റി വന്നത്. എന്നിട്ട് ആ മല പോലെ വന്ന പദ്ധതി എങ്ങനെയാണ് എലിപോലെയായി പോയത് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. ഇൻഡസ്ട്രിയൽ കോറിഡോറുകൾ പതിവായിട്ട് നമ്മൾ കേൾക്കുന്ന പ്രഖ്യാപനമാണ്. അതെങ്ങനെയാണ് വന്നത് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. IT പാർക്കുകളുടെ പ്രഖ്യാപനം നിരന്തരമായിട്ടുണ്ടാകുന്നുണ്ട് എങ്കിലും നല്ല രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് പോകുന്ന IT പാർക്കുകൾ ചുരുക്കമാണ് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ വന്നതിന് ശേഷം അവിടേക്ക് കുറേയധികം ഇൻവെസ്റ്റ്മെൻറ്റുകൾ, കാര്യങ്ങൾ ഒക്കെ തന്നെ നമ്മൾ പറയുന്നു. അത് ഏത് രീതിയിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാം. ഇതിനെല്ലാം കുറേയധികം ബോട്ടിൽ നെക്സ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഭൂമി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് വലിയ ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനത്തിൽ ആൾക്കാരുടെ എല്ലാം താല്പര്യങ്ങളെയൊക്കെ തന്നെ പരിഗണിച്ചതിന് ശേഷം അത് പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് വേണ്ടുന്ന അപ്രൂവൽസ് എല്ലാം തന്നെ എടുക്കുക. കാരണം ഏറ്റവും താഴെ തട്ടിൽ പഞ്ചായത്ത് ലെവലിൽ നിന്നൊക്കെ കിട്ടേണ്ടുന്ന അപ്രൂവൽസ് ഉണ്ട്. പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള പല തർക്കങ്ങളുണ്ട്, ആൾക്കാരുടെ ഇടപെടലുണ്ട്, ബ്യൂറോക്രാറ്റിക് ഡിലേ ഉണ്ട്. ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ കൊണ്ടാണ് പലതും മന്ദീഭവിച്ച് തന്നെ ഇപ്പോഴും കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ, ഇതിൻ്റെ എക്സിക്യൂഷൻ ലെവലിൽ ഒരു വലിയ ബൂസ്റ്റ് ഉണ്ടായില്ല എങ്കിൽ ഈ ബജറ്റിലെ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ കേവലം പ്രഖ്യാപനങ്ങളായിട്ട് അടുത്ത വർഷവും നമ്മൾ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാധാരണഗതിയിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷം ഭരിച്ചിരുന്ന 10 വർഷവും ബജറ്റുകൾ വരുമ്പോൾ കൂടുതലായിട്ടും വെൽഫെയർ സ്കീമുകൾക്കാണ് ഈ ബജറ്റിലൊക്കെ തന്നെ ഒരു സെൻട്രൽ പ്ലേസ് നമ്മൾ സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ഈ ബജറ്റിൽ അത്തരത്തിലുള്ള വെൽഫെയർ സ്കീമുകളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നില്ല. പക്ഷേ ഒരേ സമയം വെൽഫെയർ സ്കീമിനോടൊപ്പം തന്നെ വളർച്ച എന്നുള്ളൊരു ലക്ഷ്യം ഇത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. വ്യവസായ മേഖലയിൽ വലിയ വളർച്ച ഉണ്ടാകണം, തൊഴിലുകൾ കൂടുതലായിട്ടുണ്ടാകണം.
അടിസ്ഥാന സൗകര്യ വികസനം കൂടുതലായിട്ടുണ്ടാകണം. ഇതൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ കൂടുതൽ വെൽഫെയർ സ്കീമുകളുടെ പ്രഖ്യാപനം നടത്തുക, അങ്ങനെ ഒരു വാഗ്ദാന പത്രമാക്കി നമ്മുടെ ബജറ്റ് രേഖയെ ചുരുക്കുക എന്നുള്ള ഒരു ട്രഡീഷണൽ അപ്രോച്ചിൽ നിന്ന് കൂടുതൽ സാമ്പത്തിക അടിസ്ഥാനത്തിൽ ഒരു നല്ല ചർച്ച, അങ്ങനെയുള്ള നല്ല മാറ്റം ഒക്കെ കൊണ്ടുവരാനുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ശ്രമമായിട്ട് നമുക്ക് ഈ ബജറ്റിനെ കാണാം. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ഈ ടോൾ ക്ലെയിംസിനെയൊക്കെ തന്നെ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഫണ്ടിങ്, അല്ലെങ്കിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്ട്രെങ്ത്, ഇതിനെവിടെ നിന്നാണ് നമ്മൾ പണം കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങളെ പൂർണ്ണമായിട്ട് അഡ്രസ്സ് ചെയ്യാനായിട്ട് ഈ ബജറ്റിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു അംബീഷ്യസ് ആയിട്ടുള്ള ഒരു ബ്രേവ് ആയിട്ടുള്ള ഒരു ബജറ്റാണ് എന്ന് പറയാം, ഒരു വിഷനുള്ള ബജറ്റാണ് എന്ന് പറയാം. പക്ഷേ ആ വിഷൻ പൂർത്തീകരിക്കണം എന്നുണ്ട് എങ്കിൽ കൃത്യമായിട്ടുള്ള സാമ്പത്തിക അടിത്തറ ഉണ്ടാകണം. നമ്മുടെ ഫൈനാൻഷ്യൽ സോഴ്സസ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള രൂപം ഉണ്ടാകണം. ആൾക്കാരെ ഓവർ ടാക്സ് ചെയ്യാതെ, കൂടുതൽ ബർഡൻ ചെയ്യാതെ നമ്മൾക്ക് ഈ പണം എങ്ങനെ കണ്ടെത്താം എന്നുള്ള ഒരു കാര്യം നമ്മൾ തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നല്ല മികച്ച ഒരു ഭാവിയിലേക്കുള്ള പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അതിന് അപര്യാപ്തമായിട്ടുള്ള ഫണ്ടാണ്. ആ ഫണ്ട് എങ്ങനെ നമ്മൾ കണ്ടെത്തും, ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ ആ ഫണ്ടും ഇൻവെസ്റ്റ്മെൻറ്റും എങ്ങനെ കണ്ടെത്തും എന്നുള്ളിടത്താണ് സത്യത്തിൽ ഈ ബജറ്റിൻ്റെ വിസ്മയം ഈ സർക്കാർ തീർക്കേണ്ടത് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യ ബോധമാണ് നമുക്കുണ്ടാകേണ്ടത് എന്നുള്ള ഒരു കാര്യം പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.